ഇവിടോട്ട് വരുന്ന പോലെ. മൈ മമ്മ മദർ രത്നമ്മ വീക്കെ, അല്ലാതെ വേറെ ആരും ഇവിടെ വരുന്നത്. എൻ്റെ അമ്മ ചോദിച്ചു ഈ ചോറിനാ വന്നത്, ചോറിന് ചേന തിന്നാൻ വന്നത്. ചേന മാറമ്മ, ഞാൻ വിളിച്ച് വാങ്ങിച്ചതാ. മാറമ്മേ ഇപ്പോഴത്തേനും കറണ്ട് കളയാൻ ഇങ്ങനെ നോക്കിയിരിക്കുക കറണ്ട് കളയാനില്ല. ഇങ്ങനെ ഇതൊന്നും വേറെ ജോലിയില്ല ഇവിടെ, ഇതൊന്നും വേറെ ജോലിയില്ല. എന്ന് ഞാൻ പലപ്പോൾ ശ്രമിച്ചിട്ട് ഇനി അമ്മ ശ്രദ്ധിച്ചാൽ മതി. അമ്മ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കയറുന്ന ഇങ്ങനെ കറണ്ട് പോകും. എന്നിട്ട് ഇവിടുന്ന് ആരാണ്ട് വരുവാണ്, അടുക്കളയിൽ നിന്ന് ആരാണ്ട് വരുന്നത്, പൊങ്ങി വരുന്ന അടുക്കളയിൽ നിന്ന് ആരാണ്ട് പൊങ്ങി വരുന്നത് ഇങ്ങോട്ട്. അടുക്കളയിൽ ഇതിൻ്റെയൊക്കെ ഡ്രാമയെല്ലാം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കല്ല. ഡ്രാമയൊക്കെ നല്ലപോലെ അറിയാം. നിൻ്റെയൊക്കെ നീയൊക്കെ വിചാരിക്കുന്ന ഡ്രാമയൊക്കെ നല്ല പണ്ട് മുതലേ ഡ്രാമയൊക്കെ നല്ല കണ്ട് നല്ല പരിചയമായിക്കോളും. ഡ്രാമ പണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ കറക്റ്റ് പാതിരാത്രിക്ക് 3 മണിയാകുമ്പോൾ കറണ്ട് പോയിരുന്നു. പക്ഷേ ഏതാണ്ട് കറണ്ട് കളയുന്നു ആരോട് പറഞ്ഞവർ പോയെന്ന് പറയാനും മുന്നേറ്റുള്ള കഥകൾ ഒത്തിരി. ഇത് വന്നേ മാറ്റി തരണോ? എന്തെല്ലാം കഥകളായി ഓർക്കറിയോ? കഥയോട് കഥയാ, വേറെ ജോലിയൊന്നും ഇല്ല. ഇങ്ങനെ കഥയുമായിട്ട് നടക്കുക, കഥയും വെച്ച് ഇങ്ങനെ ഇരിക്കാ ജോലിയൊന്നും. നാണോ ഇല്ല ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അമ്മമാർക്ക് വേറെ ജോലിയൊന്നും ഇല്ല. ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിങ്ങനെ നടക്കുമല്ലേ കുറെ അമ്മമാരെ. വായി നോക്കികള് 2 വഴിയൊക്കെ കുറെ വായി നോക്കികൾ നടക്കില്ല. അമ്മമാർക്ക് ഇതാ പണി. വായി നോക്കിയാൽ ജോലിയൊന്നും ഇല്ലാതെ നടക്കുക. വായി നോക്കിയാൽ ഇവന്മാർക്ക് ഇതാ പണി. ഇങ്ങനെ വെച്ച് കേട്ടോണ്ടിരിക്കുക. നമ്മളെന്തുവാ ചെയ്യുന്നത്, എന്തുവാ തിന്നുന്നത്, രാത്രിയിലൊക്കെ ഉറങ്ങുന്നു. ഇങ്ങനെ നമ്മുടെ പ്രൈവസി എല്ലാം കളഞ്ഞിങ്ങനെ ഇരിക്കുകയോ അമ്മമാരുടെ ജോലി ഇതാ. അമ്മമാർക്ക് കുറെ ബന്ധം വഴി നടക്കുന്ന കുറെ അമ്മമാർ ഇങ്ങനെ ഉണ്ട്. കുറെ അമ്മമാർ ഇങ്ങനെ നടക്കുക. ഇതാ ഇവിടെമാരുടെ ജോലി. ക്ഷയിക്കാനൊരവരുണ്ടല്ലോ, ക്ഷയിക്കാനൊരു മോഹിച്ചിങ്ങുണ്ട്. പിന്നെ ഒരു നീലയുടെ മോനുണ്ട്, അവനുണ്ട്. ഇങ്ങനെ കുറെ അമ്മമാരുണ്ട് ഇങ്ങനെ ബന്ധം വഴിയൊക്കെ നടക്കുക. ഇങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആപ്പിലാക്കാൻ കഥകളുണ്ടാക്കാൻ അവന്മാർ കുറെ കഥകളുമായിട്ട് നടന്നതാ പണ്ട് മുതല്. ദേവന്മാരിയെല്ലാം കുറെ കഥകളുമായിട്ട് നടന്നു അവന്മാരെല്ലാം. എൻ്റെ അമ്മയാ ഇവിടെ നിൽക്കുന്നത്, കാണാൻ വയ്യായോ? ഇതുപോലെ ജെൻഡർ പോലും അറിയപ്പോ നീയൊക്കെ എവിടുത്തെ ആളാ? എൻ്റെ അമ്മ പെണ്ണാ, ശിഖണ്ഡിയും അല്ല ആണുമല്ല. കേട്ടോടെ കേരളനാണോ സോക്കേട്? കഥയുണ്ടാക്കുന്ന സോക്കേടുമായിട്ട് നടക്കുക. കള്ളയൊപ്പും എല്ലാം ഇട്ട് ഇങ്ങനെ ഉമ്മാര് നടക്കുക. ആൾമാറാട്ടവും കള്ളയൊപ്പും എല്ലാം ഇട്ട്. പണ്ട് ആൾക്കാർ പറഞ്ഞ ചുമ്മാ അല്ല, ഉണക്കക്കുഞ്ഞിന് ഗർഭം ഉണ്ടാക്കുന്ന അവൾമാരും അവന്മാരും വന്നു. ഉണക്കക്കുഞ്ഞിന് ഗർഭം ഉണ്ടാക്കും. കൊഞ്ചിന് കേട്ടിട്ടില്ലേ ഒന്നും? അതൊക്കെ കേൾക്കണം. എൻ്റെ മാളു പറയുന്നത്. എൻ്റെ മാളു പറയും കൊച്ചിലെ മട്ടൻ കുത്തിയാ കുമ്പളം മുളക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു അവള്. നിന്റെ തന്തയല്ല എൻ്റെ തന്ത. കേട്ടോമേ, തന്ത മാറുമ്പം വ്യത്യാസം വരും. ഇങ്ങനെ നോക്കിയിരിക്കേ ജോലി ഇല്ലാത്തവന്മാർ. ഇങ്ങനെ ബന്ധമൊക്കെ ഒഴിഞ്ഞ് കുറെ അവന്മാരുണ്ട് ഇവിടെ. ഇങ്ങനെ നടക്കുക ഇവന്മാര്. ഒരു പണിയില്ല ഇവന്മാർക്ക്. ഇങ്ങനെ ഇതാ പണി. അതാ പണി. ഇങ്ങനെ ചെവിയിൽ വെച്ചിരിക്കുക. നമ്മൾ ആരോട് സംസാരിക്കുന്നു അപ് ടു ഡേറ്റ് അല്ല. ഇങ്ങനെ ഇരിക്കുക. ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിപ്പാ ചിലവന്മാര്. വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ഇരിപ്പാ. കഥ ഉണ്ടാക്കാനായിട്ടങ്ങ് നോക്കിയിരിക്കുക. പണിയാ. ജയിലിൽ കിടക്കുമല്ലേ ഉള്ളൂ പണി കൂടുതലാകുമ്പോഴേ ജയിലിൽ കിടക്കും. ജയിലിൽ കിടക്കുമ്പോൾ അത് കിട്ടും. ജയിലിൽ കിടക്കും ഇവന്മാര്. കണ്ടവരുടെ പ്രൈവസി കയറി കളിക്കുന്നതിന് ഒത്തിരി ഉണ്ട് ഇവന്മാർക്കെതിരെയുള്ള ഇത്. നീയൊക്കെ ആരാടെ ഇവിടെ കയറി നോക്കിയിരിക്കാൻ? നിന്നെയൊക്കെ ആര് ഏർപ്പാട് ചെയ്ത? എടാ കഥയുണ്ടാക്കലവന്മാർക്ക്. ചമ്മന്തക്കഥ ആരാണ്ട് ഇവിടോട്ട് വരുന്നത് കഥ. ചമ്മന്തം ഒന്നും ഇവിടെ ആരും ചമ്മന്തം ഒന്നും കഴിക്കുന്നു. ആരാണ്ട് ഇവിടോട്ട് വരുന്നത് കഥ.
ചമ്മന്ത ഒന്നും ഇവിടെ ആരും ചമ്മന്ത ഒന്നും കഴിക്കില്ല, ആരും ചമ്മന്തം കഴിക്കാൻ. കണ്ട ചമ്മന്തക്കറിയൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. ആൾക്കാണ്ടൊക്കെ ഇവിടെ കയറിയെങ്കിൽ ഭരിക്കണം, ചമ്മന്തം ഉണ്ടാക്കണം, അങ്ങനെ പല പല ഇല്ല. കള്ളയപ്പൂ ആൾമാറാട്ടമായിട്ട് നടക്കുക കുറെ അമ്മാരും ഓൾമാരി. കള്ളയപ്പൂ ഇട്ട് ആൾമാറാട്ടമായിട്ട് കുറെ തേവിച്ചുകളും തേവിച്ചമാരും നടക്കുക ഇങ്ങനെ. ഒരുത്തന്റെ കള്ളയപ്പെല്ലാം പിടിച്ച് അവർ റെഡിയാക്കി. വടക്കേലെ ഒരു കണിയാൻ ഇവിടെ വന്നതാ. കണിയാൻ കയറി വന്നതാ. എന്തായാലും അവന്റെ ഡ്രാമയൊന്നും നടന്നില്ല. കണിയാൻ എല്ലാം കൂടെ അങ്ങ് വേണമെന്ന് കണിയാന്. പിന്നെ അവന്റെ മോനെ റെഡിയാക്കി. കോടികൾ 3 കോടിയും 55 ലക്ഷം എല്ലാം ആയി. 3 കോടി 55 ലക്ഷം എല്ലാം കൂടെ നടക്കുക. പിന്നെ ഇനിയിപ്പോ ആൾക്കാരെ റെഡിയാക്കണമെന്ന്. ആൾക്കാര് 3 കോടി എല്ലാം തട്ടിയിട്ട് നടക്കുക. 3 കോടി മോനെ കൊണ്ടുവന്ന് ബോധം കെടുത്തിയിട്ട് 3 കോടിയാ അടിച്ചു മാറ്റിയത്. മോനെ 3 കോടിയാ അടിച്ചു മാറ്റിയത്. മൂന്ന് കോടിയായിട്ട് നടക്കുക. 3 കോടി. മൂന്ന് കോടി 55 ലക്ഷം എല്ലാം മോനെ ബോധം കെടുത്തി. മറ കയ്യിലുണ്ട് നല്ല ബോധം കെടുത്തുന്ന മരുന്നൊക്കെ ആയിട്ട് നടക്കുക. ഇങ്ങനെ ബോധം കെടുത്തുന്ന മരുന്ന് മറ കയ്യിലുണ്ട്. ആനേമയക്കി വരെ ആയിട്ട് നടക്കുക. ആനേമയക്കി കരണ്ടങ്ങ് കളയില്ലല്ലേ. കരണ്ട് കളത്തിലാവുമാറ. കരണ്ട് കളത്തിൽ 3, 4, 5 പ്രാവശ്യമാണ് കരണ്ട് പോകുന്നത്. കരണ്ട് പോക്കല. എന്താ കള്ളയപ്പും എല്ലാം ഇട്ടിങ്ങനെ ക്രിമിനലുകൾ ഇങ്ങനെ നടക്കുകയല്ലേ വിലക്ക്. കള്ളയപ്പും ആൾമാറാട്ടവും നടത്തി. ഒരാളിങ്ങനെ വരും ആൾമാറാട്ടത്തിന്. പടിഞ്ഞാറുള്ള ഒരു വൃന്ദയെന്ന് പറയുന്ന അവളെ ആൾമാറാട്ടം. കള്ളയപ്പും എല്ലാം ഇട്ടിങ്ങനെ നടക്കുകയായിരുന്നു. കള്ളയപ്പ് സർലാദേവി പണിക്കരുടെ കള്ളയപ്പ് ഇട്ടിട്ട് സർലാദേവി പണിക്കരുടെ കള്ളയപ്പ് ഇട്ട് സർലാദേവി പണിക്കത്തിന്നായി. അല്ലെങ്കിലും പിന്നെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടൊക്കെ നോക്കിയാൽ മതി. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ട് ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് അവരൊക്കെ നല്ലപോലെ പിടിക്കുമെന്ന്. എല്ലാ എക്സ്പേർട്ടും ഉണ്ട്. ഇങ്ങനെ നടപ്പാ ജോലി. കള്ളയപ്പൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഗോപി വരച്ചേ. സുബ്രഹ്മണ്യം കള്ളൻ ഗോപി വരച്ചു. പറ്റിച്ചെടുത്ത് നല്ല പരിചയമാണ്. നമ്മള് പറ്റിച്ചെടുത്തൊന്ന് കള്ളയപ്പും ഒക്കെ ഇട്ട് നല്ല പറ്റിച്ച് കണ്ടവരെല്ലാം പറ്റിക്കാൻ നല്ല മെടുക്കാ. കള്ളയപ്പും ഒക്കെ ഇട്ട് പറ്റിക്കാൻ അല്ല അവൻ പ്രസംഗിക്കുന്നു പറ്റിക്കുന്നു. കള്ളയപ്പും ഒക്കെ ഇട്ട് പറ്റിച്ചെടുക്കാൻ എന്താ ക്രിമിനലിന്റെ മെടുക്ക്. കള്ളയപ്പും ഒക്കെ ഇട്ട് പറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരെയും കള്ളയപ്പും ഒക്കെ ഇട്ടിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയവൻ. 10 എഴുതി വെച്ചെന്ന് പറഞ്ഞ നടപ്പായിരുന്നു. 10 എഴുതി വെച്ച് പോലും 10 എഴുതി വെച്ചെന്ന് പറഞ്ഞ നടപ്പായിരുന്നു. ഈ കള്ളജാതി നടപ്പായിരുന്നു. 10 എഴുതി വെച്ച് പോലും കള്ളജാതി നടപ്പായിരുന്നു. 10 എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ 10 എഴുതി വെച്ച് പോലും പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. 10 എഴുതി വെച്ച് പറഞ്ഞാൽ അല്ലെ കള്ളയപ്പൂവെല്ലാം ഇട്ട് നടക്കുക. കള്ളയപ്പൂവെല്ലാം ഇട്ട് എങ്ങാണ്ട് കേട്ട പട്ടി. മലപ്പുറത്തുനിന്ന് വന്നൊരു തെണ്ടി. മലപ്പുറത്തുനിന്ന് ഒരു തെണ്ടി വന്ന് കിടക്കുക. മലപ്പുറത്തുനിന്ന് ഒരു മുതുകള്ളം തെണ്ടി വന്നിരിക്കുക. ഒരു മുതുകള്ളം തെണ്ടി വന്നിരിക്കിടക്കുക. മലപ്പുറത്തുനിന്ന് ഒരു മുതുകള്ളം. കള്ളയറും എല്ലാവരെയും പിടിച്ചു പറിക്കാമെന്ന് വിചാരിച്ചത്. കള്ളയപ്പും എല്ലാം ഇട്ടങ്ങ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. കള്ളയറും കള്ളയപ്പുകാരനും ആൾമാറാട്ടം നടക്കുക. ആൾമാറാട്ടം നടത്തുന്നതന്നെയാണ് നമ്മളെ വീർപ്പിക്കുന്നത്. നമ്മളൊന്നും തിന്നുന്നില്ല, എന്നാലും വീർപ്പിക്കും നമ്മളെ. നമുക്ക് ഇതിന്റെ പകുതി വണ്ണവേ ഉള്ളൂ. വീർപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുക. ഇതിന്റെ പകുതി വണ്ണവേ ഉള്ളൂ. വീർപ്പിക്കലേ ഒന്നാമത് ജോലി. ഇങ്ങനെ ക്യാമറ കള്ളത്തരത്തിന് ക്യാമറയിൽ സെറ്റാവാൻ ഇങ്ങനെ നടക്കുക. വീർപ്പിയിലും അങ്ങനെ പല പല വേലകളുമായിട്ട് നടക്കുക. കള്ളജാതികൾ കള്ളയപ്പിട്ട് നടക്കുക. കള്ളയപ്പുകാർ സർലാവേലി പഠിക്കാതെ പിടിച്ചു പറിക്കാൻ പറഞ്ഞിട്ട് കള്ളയപ്പൊക്കെ ഇട്ട് പറ്റിച്ചും പറിച്ച് എടുക്കാൻ നടക്കുക. ഇങ്ങനെ പറ്റിച്ചും പറിച്ച് എടുക്കാമെന്ന് വിചാരിച്ചവൻ. ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ അമ്മ ഇങ്ങനെ ബന്ധമല്ല ഒഴിഞ്ഞ് ഇങ്ങനെ നടക്കുക. ബന്ധമൊക്കെ ഒഴിഞ്ഞ് കാശും വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടക്കുക. കാശും വാങ്ങിച്ച് നമ്മളെ വേലകളാ.